ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അന്നപ്പോൾ നമുക്ക് സമയം കളയേണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ടിപ്പ് എന്ന് ഞാൻ കുറച്ച് നമ്മുടെ നോൺ സ്റ്റിക്ക് പാത്രത്തിൻ്റെ കുറച്ച് അടിപൊളി ടിപ്പുകളുമായിട്ടാണ് ഫസ്റ്റ് ഞാൻ ടിപ്പുകളാണ് കാണിക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ, നമ്മൾ പുതിയ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ മേടിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട കുറച്ച് നല്ല രീതികളും ഒക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. അതിന് തന്നെ കൂടെ തന്നെ ഇതിൻ്റെ സ്റ്റിക്കർ നമുക്ക് പെട്ടെന്ന് എങ്ങനെ എടുത്ത് കളയാമെന്നോട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ ഒരു പാൻ്റെ സ്റ്റിക്കർ ഒന്ന് ഇളക്കി കളയാനായിട്ട് നമുക്ക് ഭയങ്കര പാടായിരിക്കും. ഇത് കണ്ടില്ലേ, ഇതിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ വെച്ചാൽ അത് സ്റ്റിക്കർ നല്ല ഒട്ടിപ്പിടിക്കും, അതിൻ്റെ പശയെല്ലാം അതിൽ ഒട്ടിപ്പിടിച്ചിരിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ജസ്റ്റ് നമ്മുടെ ഗ്യാസ് അടുപ്പ് ഒന്ന് ഓണാക്കുക, എന്നിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി. ഒരുപാട് ചൂടാക്കേണ്ട, ജസ്റ്റ് ചൂടാകുമ്പോൾ തന്നെ നമുക്ക് സ്റ്റിക്കറിന് പ്രയാസം നമുക്ക് എടുത്ത് കളയാൻ പറ്റും. ഞാൻ ഒന്ന് കത്തിച്ചിങ്ങനെ അടുപ്പത്ത് വെക്കുന്നുണ്ട്. ഒരുപാട് നേരമൊന്നും ഞാൻ വെക്കുന്നില്ല, കുറച്ച് നേരം ഒന്ന് വെച്ച ഉടനെ തന്നെ അത് നമുക്ക് എടുത്ത് കളയാൻ പറ്റും. അല്ലെങ്കിൽ ചെറിയ ചൂടുവെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി, പെട്ടെന്ന് തന്നെ ഇളകി വരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ പാത്രങ്ങളിലൊക്കെ ഒത്തിരി സ്റ്റീൽ പാത്രത്തിലാണ്, ഏത് പാത്രത്തിലാണെങ്കിലും ഇങ്ങനെ സ്റ്റിക്കറും എടുക്കാൻ പാടാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്കത് എടുത്ത് മാറ്റാൻ പറ്റും. അന്നപ്പോഴത്തേക്ക് അതുപോലെ തന്നെ ഇതെടുത്ത് മാറ്റി കഴിയുമ്പോൾ ഇതുപോലെ കണ്ടില്ല, വെള്ള കളറിൽ അതിൻ്റെ പശ അവിടെ ഇരിക്കും. അന്നപ്പോൾ നമുക്ക് ആ പശ കളയാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് വെക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ നമുക്കൊരു തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ജസ്റ്റ് ഇതിങ്ങനെ തൂത്ത് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഒരു തുണിയും കൊണ്ടൊന്ന് തുടച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. പെട്ടെന്ന് തന്നെ ആ പശപ്പ് മാറിക്കിട്ടും. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എന്നിട്ട് ഞാനിപ്പോൾ വലിയൊരു ഉണങ്ങിയൊരു ടവല് കൊണ്ടാണ് ഇവിടെ തുടച്ചു കൊടുക്കുന്നത്. ഇത് കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യും കേട്ടോ. ഇനി അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ ഒരു പുതിയ നോൺ സ്റ്റിക്ക് പാത്രമൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ അതിൽ ഈ നമ്മുടെ നോൺ സ്റ്റിക്ക് പാത്രത്തിലെ വിഷാംശങ്ങൾ കാര്യങ്ങളൊന്നും ഇതിനകത്ത് ഈ കോട്ടിങ് നമ്മുടെ ശരീരത്തിന് നല്ലതല്ല. അന്നപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പെട്ടെന്ന് ഇതിനകത്ത് ഒരുപാട് അഴുക്കുകളും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പോയി കിട്ടാൻ വേണ്ടിയുള്ള അടിപൊളി സൂത്രമാണിത്. നമ്മുടെ വീടുകളിൽ കഞ്ഞിവെള്ളം കാണുമല്ലോ, കഞ്ഞിവെള്ളം നമ്മൾ കളയാൻ വെച്ചിരിക്കുന്ന കഞ്ഞിവെള്ളമല്ലേ, അത് നേരെ നമ്മുടെ നോൺ സ്റ്റിക്ക് പാത്രത്തിലോട്ട് ഒഴിച്ചിട്ട് നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് തിളപ്പിച്ചെടുക്കുമ്പോഴത്തേക്കും നമുക്കൊരു തവിയും കൊണ്ട് ഇതിങ്ങനെ ഒന്ന് ആക്കിയും കൂടെ കൊടുക്കണം. പക്ഷേ നമ്മൾ സ്റ്റീൽ തവി ഇവിടെ യൂസ് ചെയ്യരുത്. സ്റ്റീൽ തവി യൂസ് ചെയ്യുമ്പോൾ ഇതിൽ സ്ക്രാച്ച് വീഴും. അപ്പോൾ നമുക്കത് പെട്ടെന്ന് അതിൻ്റെ കോട്ടിങ് എല്ലാം ഇളകിപ്പോകും. അപ്പോൾ കോട്ടിങ് ഇളകിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലായിരിക്കും നമ്മുടെ ശരീരത്തിനുള്ളിൽ ഇതാവും. അപ്പോൾ നമുക്ക് പല പല അസുഖങ്ങളും ഉണ്ടാകും കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതുപോലെ തടിത്തവി മാത്രമേ നമ്മൾ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. കൂടുതലും നമ്മൾ ഇരുമ്പ് തവയിലൊക്കെയാണ് ഫുഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതാകുമ്പോൾ ടേസ്റ്റും കാണും, നമ്മുടെ ശരീരത്തിനൊരു അസുഖങ്ങളോ ഒന്നും ഉണ്ടാകത്തുമില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ നോൺ സ്റ്റിക്ക് തവയാണ് ഇപ്പോൾ എല്ലാവർക്കും ഉള്ളത്. അപ്പോൾ ഇതുപോലൊക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഹെൽത്തൊക്കെ നല്ലതായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡിലെല്ലാം പറ്റി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ തടിത്തവയും കൊണ്ട് ഒന്നും ഇങ്ങനെ ഒന്നാക്കി കൊടുത്താൽ മാത്രം മതി. അന്നപ്പോഴത്തേക്ക് അതിൻ്റെ അകത്തുള്ള ഇതെല്ലാം പോയി കിട്ടും കേട്ടോ. എന്നിട്ട് നല്ലപോലെ തണുത്തതിന് ശേഷം, ഇതും തണുത്ത് കണ്ണിൽ ഊറ്റി കളഞ്ഞതിന് ശേഷം നമുക്ക് സ്ക്രബ്ബർ കൊണ്ടൊന്നും ഉരയ്ക്കരുത്, എന്നാലും കോട്ടിങ് ഇളകിപ്പോവും. അതുകൊണ്ട് സ്റ്റീൽ സ്ക്രബ്ബർ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. നല്ലൊരു സ്പോഞ്ച് വെച്ച് വേണം ഇതൊന്ന് കഴുകി എടുക്കാനായിട്ട്. സോപ്പ് തേച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്കിങ്ങനെ തേച്ച് ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒരു ടവല് കൊണ്ട് തുടച്ചിട്ട് വേണം നമ്മൾ എപ്പോൾ നോൺ സ്റ്റിക്ക് പാത്രം ഉപയോഗിച്ചാലും നമുക്ക് ആ ഫുഡൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് കഴുകി കഴിയുമ്പോൾ ഒന്ന് തുടച്ച് പിറക്കി വെക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും അതൊന്ന് ചെയ്ത് നോക്കും. പിന്നെ ഇതുപോലത്തെ സ്പോഞ്ചിൻ്റെ ഇതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെ കഴുകാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിലൊന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുള്ളവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണേ, എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസിന് എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. ഇത് മുമ്പ് കുറേ നല്ല നല്ല ടിപ്പുകൾ ഞാൻ ഇട്ടിട്ടുണ്ട് എൻ്റെ ചാനലിൽ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലൊരു കോട്ടൺ തുണി വെച്ച് തുടച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കമത്തി വെക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഇത് നമ്മൾ നോൺ സ്റ്റിക്ക് പാത്രം നമ്മൾ ഒന്നിന് മുകളിലായിട്ട് ഓരോന്ന് വെച്ച് അടുക്കി വെക്കരുത്. അല്ലെങ്കിൽ ഇങ്ങനെ വെച്ചതിന് ശേഷം ഓരോ പാത്രങ്ങൾ ഇതിൻ്റെ അടിവശത്തെ ഇതിനൊരു കട്ടി പോലെയുണ്ട്. അപ്പോഴത്തേക്കും നമ്മളിങ്ങനെ നോൺ സ്റ്റിക്ക് പാത്രത്തിലോട്ട് ഇറക്കി വെക്കുമ്പോൾ അവിടെ അതിൻ്റെ അടിഭാഗമൊക്കെ ഇങ്ങനെ കൊണ്ടിട്ട് അതിലൊക്കെ സ്ക്രാച്ച് വീഴാൻ സാധ്യതയുണ്ട്. കഴിവതും നമ്മൾ ഇതുപോലെ ആക്കി കമത്തി ഇങ്ങനെ മാറ്റി സെപ്പറേറ്റ് മാറ്റി വെക്കുക. അല്ലെങ്കിൽ ഭിത്തിയിൽ എവിടെയെങ്കിലും കാണിയൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ തൂക്കിയിടുക. അപ്പോൾ അങ്ങനെയും കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ നോൺ സ്റ്റിക്ക് പാത്രം നമുക്ക് നല്ല ഒത്തിരി നാൾ ഉപയോഗിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ചളായി പോകും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ
നോൺ സ്റ്റിക്ക് പാനൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് തൂക്കിയിട്ട് കൊടുത്താൽ മതി. എല്ലാം ഇങ്ങനെ തൂക്കിയിട്ടാൽ മതി. അന്നപ്പോൾ ഒന്നോടി ഇങ്ങനെ മുട്ടി കിടക്കത്തുമില്ല, സ്ക്രാച്ച് ആകത്തുമില്ല കേട്ടോ. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കും. ഇനി അടുത്ത ടിപ്പ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ്. നമ്മൾ വീട്ടമ്മമാർക്കൊക്കെ എളുപ്പത്തിൽ തൂക്കാനും തുടയ്ക്കാനും ഇനി എളുപ്പമാണ് വീട്ടമ്മമാർക്കൊക്കെ. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് തുടയ്ക്കാനും തൂക്കാനും നമുക്ക് മോപ്പ് വേണ്ട, ചൂല് വേണ്ട, ഒന്നും വേണ്ട. നമുക്ക് സിമ്പിളായിട്ട് ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി കിടിലൻ ടിപ്പാണിത്. അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു ഹാങ്ങറാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു സോക്സാണ് വേണ്ടത്. ഈ സോക്സും ഹാങ്കറും കൊണ്ട് നമുക്ക് സൂപ്പറായിട്ട് ഏത് ഇടയൊക്കെ ആണെങ്കിലും നമുക്ക് ക്ലീൻ ആക്കാൻ പറ്റും. അതിനായിട്ട് പ്രത്യേകിച്ച് കുനിഞ്ഞ് നിന്ന് നടുവൊടിയേണ്ട, കൈവേദനിക്കത്തില്ല, ഒന്നുമില്ല. നമ്മൾ ഇതേ രീതിയിൽ ചെയ്യുവാണെങ്കിൽ, അതായത് ഒന്ന് കണ്ടിട്ട് അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അതായത് നമ്മുടെ വീടുകളിൽ നമ്മുടെ വീട്ടിൽ തറയൊക്കെ നല്ലപോലെ തൂക്കുകയും തുടയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഫ്രിഡ്ജിൻ്റെ അടിഭാഗം, അതുപോലെ തന്നെ കട്ടിലിൻ്റെ അടിയിൽ, അതുപോലെ പിന്നെ അലമാരിയുടെ അടിയിലൊന്നും നമുക്ക് ഈ മോപ്പ് കൊണ്ടൊക്കെ തുടയ്ക്കാനും തൂക്കാനും വളരെ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അന്നപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ടിപ്പാണ്. ഇതുപോലെ ഒരു ഹാങ്ങർ എടുത്തിട്ട് ഒരു സോക്സ് എടുക്കുക. പഴയ ഒരു സോക്സ് എടുത്താൽ മതി, പുതിയതിൻ്റെ ആവശ്യമില്ല. ഇത് കണ്ടില്ലേ, ഇതേ രീതിയിൽ എടുക്കുക. ഇതേ രീതിയിലെടുത്ത് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഒരു സോക്സ് ഇട്ട് ഇപ്പോൾ നിങ്ങൾക്ക് അപ്പുറത്ത് വേണമെങ്കിൽ ഇങ്ങനെ രണ്ട് സൈഡ് വേണമെങ്കിൽ രണ്ട് സോക്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒന്നേ ഇടുന്നുള്ളൂ. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ഏത് സൊല്യൂഷനാണോ നമ്മളിവിടെ വീട് തുടയ്ക്കാനും തൂക്കാനും എടുക്കുന്നത് ആ ഒരു സൊല്യൂഷനും ഒഴിച്ചു കൊടുക്കുക. ലൈസോളാണെങ്കിലും എന്താണെങ്കിലും മതി. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ വീട്ടിലുണ്ടാക്കി വെച്ചിരുന്ന ഒരു സൊല്യൂഷനാണ് എടുക്കുന്നത്. അടിപൊളി മണം. ഇതിന് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അടിപൊളി ഒരു മണമാണ് ഈ സൊല്യൂഷൻ കേട്ടോ. സൂപ്പർ. നമ്മുടെ വിനാഗിരിയൊക്കെ വെച്ചുള്ളൊരു വീഡിയോ കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തൊരു പോയി കാണണേ. ഈ സൊല്യൂഷനും കൊണ്ട് ഞാനിവിടെ തറ തുടച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സൊല്യൂഷനും കൊണ്ട് നമ്മൾ തറ തുടച്ചാൽ പ്രാണികളെ, എലി, പല്ലി, പാറ്റ ഒന്നും ആ മണം അടിച്ച വശത്തോട്ട് പോലും വരുത്തുമില്ല കേട്ടോ. അപ്പോൾ അതുകൂടെ ഒന്ന് ചെയ്ത് നോക്കണം. എന്നിട്ട് ഇതുപോലെ നമ്മുടെ ടൈലിട്ട വീടാണെങ്കിലും സാധാ തറയാണെങ്കിലും ഇതുപോലെ ഫ്രിഡ്ജിൻ്റെ അടിയൊക്കെ നമുക്ക്, അതുപോലെ കട്ടിലിനടി, മേശയുടെ അടി, ഇവിടെയൊക്കെ ഇങ്ങനെ നമുക്ക് തുടയ്ക്കാൻ, മോപ്പ് കൊണ്ട് തുടയ്ക്കാൻ പറ്റത്തില്ലെങ്കിൽ ഈ ഒരു സൂത്രത്തിലൂടെ നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഞാൻ കുറച്ച് സൊല്യൂഷൻ ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് തുടയ്ക്കേണ്ട രീതി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. എളുപ്പത്തിൽ നമുക്ക് തുടച്ചെടുക്കാൻ പറ്റും. നല്ല ക്ലീൻ ആകും. ഇപ്പോൾ തറയിലൊക്കെയാണ് പൊടി വരും, പൊടിയും മുടിയും അങ്ങനെയുള്ള എന്ത് ഇതാണെങ്കിലും ഈ ഒരു സോക്സിൽ പറ്റി പിടിക്കും, ചെളി വരെ പോയി കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ഒറ്റ ട്രിപ്പിൽ തന്നെ തൂക്കുകയും തുടയ്ക്കുകയും കൂടെ ചെയ്യാൻ പറ്റും ഈ ഒരു സൂത്രത്തിലൂടെ. അപ്പോൾ അതേ ഫ്രിഡ്ജൊക്കെ വെച്ചിരിക്കുന്ന ഒരു ഭാഗമാണ് ഇവിടം കേട്ടോ. അപ്പോൾ ഈ ഫ്രിഡ്ജിൻ്റെ അടിഭാഗം നമുക്ക് ഇങ്ങനെ കമന്ന് കിടന്ന് തുടയ്ക്കാനോ തൂക്കാനോ ഒന്നും പറ്റാത്തത് കാരണം ഇതേ രീതിയിൽ നമുക്കൊന്ന് ഇരുന്നതിന് ശേഷം ഇതേ സോക്സും ഇതുകൂടെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ടൈലിട്ട ഭാഗം നമുക്കൊന്ന് തുടച്ചിങ്ങനെ എടുക്കാവുന്ന ഉള്ളത്. കണ്ടില്ല, ഇതുപോലെ തൂത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിൽ തന്നെ പൊടിയും ചപ്പും ചവറും മുടികളും എല്ലാം ഉണ്ടെങ്കിൽ അതിലങ്ങ് പറ്റി പിടിച്ച് കിട്ടിക്കോളും കേട്ടോ. അതുപോലെ ഏത് വീടാണെങ്കിലും എങ്ങനത്തെ വീടാണെങ്കിലും ശരി, നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി. ഒറ്റ ട്രിപ്പിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് കണ്ടില്ലേ, പൊടി കണ്ടില്ലേ, നല്ലപോലെ പൊടിയായിട്ടുണ്ട്. ഇതിലെ കണ്ട മുടിയും പൊടിയും അല്ലാണ്ട് നമ്മുടെ ആ ഒരു ടൈലിൻ്റെ ഒരു ഭാഗം നല്ല ക്ലീനുമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറയണേ. ഒരു സോക്സ്, ഒരു ഹാങ്കർ മാത്രം മതി. പെട്ടെന്ന് തന്നെ നമ്മുടെ വീട് വെട്ടി തിളങ്ങി കിട്ടും കേട്ടോ. അതിൽ മുക്കും മൂലയൊക്കെ തുടയ്ക്കാൻ പാടുള്ളവർ, അതുപോലെ തന്നെ നമ്മുടെ കിച്ചൻ്റെ സൈഡ് വശമൊക്കെ ടൈലിൻ്റെ ഇടഭാഗം ഇവിടെ ഒക്കെ നമുക്ക് തുടയ്ക്കാനും തൂക്കാനും ഒക്കെ പാടുണ്ടെങ്കിൽ ഈ ഒരു ടിപ്പിലൂടെ നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ ഇത് കണ്ടില്ലേ, മേശയുടെ അടിയിൽ സോഫ ഒക്കെ ഇട്ടിരിക്കുന്ന ആ സൈഡ് ഭാഗമൊക്കെ നമുക്ക് തുടയ്ക്കാനൊക്കെ ഭയങ്കര പാടായിരിക്കും കേട്ടോ. നമുക്ക് ഈ ഒരു ടിപ്പിലൂടെ ഇത് കണ്ട് നല്ല ക്ലീൻ ആയിട്ട് കിടക്കി ഇതെല്ലാം നല്ല സൂപ്പറായിട്ട് വെട്ടി തിളങ്ങി കിടക്കും കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ഈ എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കണം. ഒരുപാട് ബുദ്ധിമുട്ടണ്ട, തൂക്കുകയും വേണ്ട. നമ്മൾ തൂത്തിട്ട് അതിനായിട്ടുള്ള സാധാരണ തുടയ്ക്കാറുള്ളൂ മോപ്പും ചൂലും കൊണ്ടൊക്കെ. ഇതൊന്നും നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമേ ഇല്ല കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കൂ. ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യൂ. ഇനി അടുത്ത വീഡിയോയിൽ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.